നമ്മളെ ഹൗസ് കീപ്പിംഗിന്റെ ലാസ്റ്റ് ഭാഗമാണ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? കൺസിഡർഡ് ആസ് നോ പ്രയോറിറ്റി ആക്ടിവിറ്റീസ്, then financial constraints, manpower shortage, unwilling supervision, lack of awareness, conflicts and interruptions, theft and wastages. എന്തൊക്കെ challenges ആണ് considered as low priority activity? ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾക്ക് നമ്മൾ എങ്ങനെയുള്ള ഒരു പ്രയോറിറ്റി ആണ് കൊടുക്കുന്നത്? ലോ പ്രയോറിറ്റീസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും നമ്മൾക്ക് ഇത്തരം വർക്ക് ചെയ്യുന്നവരുടെ യാതൊരു വിലയില്ല അല്ലെ? ഒരു നല്ലൊരു ഭാവത്ത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും നമ്മൾ കാണിക്കാറുള്ളത്. ക്ലീനിങ് സ്റ്റാഫുകളല്ലേ എന്നുള്ളൊരു വികാരം കാണിക്കാറുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചിലവരെങ്കിലും അങ്ങനെ കാണിക്കാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ലോസ്റ്റ് പ്രയോറിറ്റി ആണ് അവർക്ക് കൊടുക്കുന്നത്. ഹോസ്പിറ്റലായാലും ശരി, എന്താണ് എല്ലാ കാര്യത്തിലും അവർ പിന്നിലാണ്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ലോ സാലറി ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? ഏറ്റവും കുറഞ്ഞ സാലറി ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മാൻ പവർ ഷോർട്ടേജ് ഉണ്ട്. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് അധികം ജോലിക്കാരെ കിട്ടാനില്ല അല്ലെ? ക്ലീനിങ് സ്റ്റാഫുകൾ ഇപ്പോ കുറവാണ്. കാരണം ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ആൾക്കാർ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്. അപ്പോൾ മാൻ പവർ ഷോർട്ടേജസ് ഉണ്ട്, അതായത് സ്റ്റാഫുകളുടെ ലഭ്യത കുറവാണ്. പിന്നെ അൺവില്ലിംഗ് സൂപ്പർവിഷൻ. എന്താണ് അൺവില്ലിംഗ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ? നല്ല രീതിയിലുള്ള സൂപ്പർവിഷൻ അവർക്ക് കൊടുക്കുന്നുണ്ടോ? അൺവില്ലിംഗ്, ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള സൂപ്പർവിഷൻ, ജസ്റ്റ് ഒരു ഡയറക്ഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതൊരു വെല്ലുവിളി തന്നെയാണ്. ദെൻ ലാക്ക് ഓഫ് അവയർനെസ്. എന്താണ് ഈ ക്ലീനിങ്ങിന് വരുന്ന സ്റ്റാഫുകൾ ഏകദേശം എന്തായാലും എന്താ പറയാ, എഡ്യൂക്കേഷൻ ക്വാളിറ്റീസ് കുറവുള്ള ആൾക്കാരാണ് അല്ലെ? നമുക്കറിയാം എഡ്യൂക്കേഷൻ ക്വാളിറ്റീസ് കുറവുള്ളവരായിരുന്നു. അപ്പൊ അവർക്ക് കുറെ കൂടി എന്താണ് അവയർനെസ് കുറവാണ്. പല കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്ന സെക്ഷൻസ് ആയാൽ കൂടിയും പല കാര്യങ്ങളും ആധികാരികമായിട്ട് അറിയില്ല. ഓക്കെ, പല കാര്യങ്ങൾ സൂപ്പർവൈസ് കൊടുത്താൽ മാത്രമേ അവർക്ക് അറിയൂ. പക്ഷെ അല്ലാത്ത പക്ഷം എന്താണ് അവർക്ക് ചില കാര്യങ്ങളിൽ അവയർനെസ് കുറവാണ്. അതാണ് ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്. ഇപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പൊ അത് കൃത്യമായ അവയർനെസ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ്. കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലീനിങ് സ്റ്റാഫുകൾ തമ്മിൽ ഉണ്ടാവുന്ന തർക്കങ്ങൾ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജസ്. തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജസ് എന്താണ്? മോഷണവും തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്. വേസ്റ്റേജ് എന്താണ്? വേസ്റ്റേജ് എന്താണ്? എല്ലാ വേസ്റ്റും പഠിച്ച ആൾക്കാരാണ്. തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ് എന്താ? മോഷണവും ദുർവിനിയോഗവും. വേസ്റ്റേജസിനോട് ഉദ്ദേശിക്കുന്നത് മോഷണപ്പെടുന്ന ചില സാധനങ്ങൾ ചില ഡിപ്പാർട്ട്മെന്റിൽ മോഷണം ചെയ്യാൻ ദുർവിനിയോഗം ചെയ്ത് അല്ലെ? ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ നേരിടുന്ന കുറെ വെല്ലുവിളികളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതൊക്കെയാണ് ലോ പ്രയോറിറ്റി ആണ് അവർക്ക് കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവുന്നത്, അതായത് ലോ സാലറി പ്രൊവൈഡ് ചെയ്യുന്നു. മാൻ പവർ ഷോർട്ടേജസ് ഉണ്ട്. അൺവില്ലിംഗ് സൂപ്പർവിഷൻ ആണ് അവർക്ക് കൊടുക്കുന്നത്. ലാക്ക് ഓഫ് അവയർനെസ്, കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ്, ദെൻ തർക്കങ്ങളും തടസ്സങ്ങളും കേട്ടോ. ദെൻ തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജസ്, മോഷണവും ദുർവിനിയോഗവും ഹൗസ് കീപ്പർ സ്റ്റാഫുകൾ നേരിടുന്ന ചാലഞ്ചസ് ആണ്. ഓക്കെ, അടുത്തത് ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ് ആണ്. എന്തൊക്കെയാണ്? മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെയ്നിങ് ദ ക്ലീൻനെസ് ഓഫ് ഓൾ റൂംസ് ആൻഡ് പബ്ലിക് ഏരിയാസ് എവറി ഡേ. ഹൗസ് കീപ്പിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഏരിയസും മോണിറ്റർ ചെയ്യുന്നു. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഏരിയസിനും കൃത്യമായിട്ട് ക്ലീനിങ് നടക്കുന്നുണ്ടെന്ന് എവറി ഡേ അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നു. പിന്നെ ലീവ്, ഹയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ടു സ്റ്റിക്ക് ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ക്ലീൻനെസ് ആൻഡ് കസ്റ്റമർ കണ്ടന്റ്. എന്താണ്? ഇവരെ നല്ല രീതിയിൽ സ്റ്റാഫുകളെ നല്ല രീതിയിൽ ലീഡ് ചെയ്യാന്ന് വെച്ചാൽ നയിക്കുക. ഹയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ടു സ്റ്റിക്ക് ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ക്ലീൻനെസ്. അതായത് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ക്ലീൻനെസ് കൊടുക്കുന്നതിന് വേണ്ടി അവരെ നല്ല രീതിയിൽ ലീഡ് ചെയ്യിപ്പിക്കുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കണ്ടന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുള്ള രീതിയിൽ അവരെ മോണിറ്റർ ചെയ്ത് കൊടുക്കും. ഓക്കെ, then supervise the housekeeping department budget, take an inventory and make sure that adequate cleaning supplies. അതായത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് കൈകാര്യം ചെയ്ത്, അതായത് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു.
Okay. Then document areas cleaned by housekeeping attendants and report any problems such as room damage or maintenance request to front office. എന്താണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഹൗസ് കീപ്പിംഗ് സാധനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് റൂമിനൊക്കെ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഉടനെ തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഫ്രണ്ട് ഓഫീസിൽ തന്നെ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? മാനേജർ, ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. ഹൗസ് കീപ്പിംഗ് മാനേജറെയാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. Document areas cleaned by housekeeping attendants and report any problem such as എന്തൊക്കെ പ്രോബ്ലംസ് വരുമ്പോഴാണ്? room damage or maintenance request to the front office. Then make sure that all cleaning equipment is in proper working condition and make arrangement for repairs as needed. എല്ലാ ക്ലീനിങ് എക്യുപ്മെന്റ്സിനും ഉറപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അറേഞ്ച്മെന്റ്സോ റിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ റെക്കമെൻഡഡ് സർവീസ് ഇംപ്രൂവ്മെന്റ് ടു ദ മാനേജ്മെന്റ്. റെക്കമെൻഡഡ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്? കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യണമെങ്കിൽ എന്താണ് മാനേജ്മെന്റിനോട് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ശുപാർശകൾ നടത്തുക. ഓക്കെ, പിന്നെ make sure that complaints with safety and sanitation policies. Make sure that complaints with the safety and sanitation policies. Safety and sanitation policies-മായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. Then establish standard and procedures for work. ഹൗസ് കീപ്പിംഗ് വർക്കിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രൊസീജിയേഴ്സും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക വർക്കുമായി ബന്ധപ്പെട്ടുള്ള. Then create staffing schedules. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുടെ ഷെഡ്യൂൾ അല്ലെ, ഷെഡ്യൂൾസുകൾ ക്രിയേറ്റ് ചെയ്യുക. അത്രയുമാണ് എന്താ ഹൗസ് കീപ്പിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയെങ്കിൽ മനസ്സിലാവാത്ത എന്താണെന്ന് ചോദിക്കാം. എളുപ്പമല്ലത്? മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോ? ഹൗസ് കീപ്പിംഗ് മാനേജർ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് വെൽഡായിട്ട് മോണിറ്ററിങ് ചെയ്യുക അല്ലെ, സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക, അവരെ ലീഡ് ചെയ്യുക, പിന്നെ അവരെ സൂപ്പർവൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൗസ് കീപ്പിംഗ് ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, അഡിക്കേറ്റ് ആയിട്ടുള്ള ക്ലീനിങ് സപ്ലൈസുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ് എന്തെങ്കിലും ഡാമേജസോ മെയിൻ്റനൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. പിന്നെ ക്ലീനിങ് എക്യുപ്മെന്റ്സിൽ നല്ല രീതിയിൽ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക, അതിന്റെ അറേഞ്ച്മെന്റ്സും റിപ്പയർമെന്റ് ചെയ്യുക. പിന്നെ സർവീസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ശുപാർശകൾ സ്വീകരിക്കുക. പിന്നെ കംപ്ലൈൻസസ്, സേഫ്റ്റി ആൻഡ് സാനിറ്റേഷൻ പോളിസീസുമായി ബന്ധപ്പെട്ട കംപ്ലൈൻസുകൾ ഉറപ്പുവരുത്തുക. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്, വർക്കുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. സ്റ്റാഫിംഗ് ഷെഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ഹൗസ് കീപ്പിംഗ് കംപ്ലീറ്റ് ആയി. ഇനി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കുറച്ച് ബാലൻസ് എടുക്കാനുണ്ട് അല്ലെ. ഇത് ഓക്കെ അല്ലേ എല്ലാവരും? ക്ലോസ് ചെയ്തോട്ടെ ടീച്ചർ ചാപ്റ്റർ? യെസ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം PDF കാണാമോ? യെസ്. അപ്പോ ലിംസ് വരെ ടീച്ചർ എടുത്തില്ലേ? ലിംസ്. ഇനി റേഡിയോളജി തുടങ്ങി എടുക്കണം അല്ലെ. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് ഫീച്ചർ ഓതി മതിയോ? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താന്ന് പറഞ്ഞില്ലേ ടീച്ചർ? യെസ്. എന്താണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് അല്ലെ. റേഡിയോളജിക്കൽ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്. ദാറ്റ് മാനേജ് റേഡിയോളജി ഇൻഫർമേഷൻസ്, റേഡിയോളജി ഡാറ്റ, വർക്ക് ഫ്ലോസ് ആൻഡ് ഓപ്പറേഷൻസ് ഇൻ എ ഹെൽത്ത് കെയർ സെറ്റിംഗ്.
യെസ്. അറേസിന്റെ അല്ലെങ്കിൽ റേഡിയോ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കോംപ്ലിമെന്റ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഏതൊക്കെയാണ് സോഫ്റ്റ്വെയറുകളാണ്? ഏതൊക്കെ സോഫ്റ്റ്വെയറുകളാണ്? ഒന്ന് HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ആൻഡ് PACS. PACSന്റെ ഫുൾ നെയിം അറിയാലോ, ഫുൾ എക്സ്പാൻഷൻ, പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, രണ്ട് കോംപ്ലിമെന്റ്സ് സോഫ്റ്റ്വെയർസിൽ ഓർത്ത് വെക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട് അത്. ഓക്കെ, ഇനി ബേസിക് ഫീച്ചേഴ്സ് പറയട്ടെ. അവിടെ തുടങ്ങിയല്ലേ എടുക്കേണ്ടത് അല്ലേ? Okay, radiological information system commonly support the following features. എന്തൊക്കെയാണ്? പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യന്റ് രജിസ്ട്രേഷനും ഷെഡ്യൂളിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. Then patient list management, പേഷ്യന്റിന്റെ ലിസ്റ്റ് മാനേജ് ചെയ്യാം. Then modality interface using work list. Modality interface using work list. Modality എന്താണ്? Modality different എന്താണ്? ഇമാജിനറി മൊഡാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ MRI, CT, എക്സ്റേ, ഇതൊക്കെയാണ് മൊഡാലിറ്റീസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് മെഡിക്കൽ ഇമാജിൻസ് ആണ്. മെഡിക്കൽ ഇമാജിൻസിനാണ് നമ്മുടെ മൊഡാലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? MRI, CT, എക്സ്റേ. ഓക്കെ, മൊഡാലിറ്റി ഇന്റർഫേസസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട വർക്ക് ലിസ്റ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അതിന്റെ കറക്റ്റ് പ്രിന്റ് എടുത്തതാണ്. യെസ്. ഇനി വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുന്നു. പിന്നെന്താ? റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിക്വസ്റ്റും ഡോക്യുമെന്റ്സും സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ റിസൾട്ട് എൻട്രി. റിസൾട്ടുകൾ കൃത്യമായിട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ നമ്മുടെ മൊഡാലിറ്റി ഇന്റർഫേസ് കഴിഞ്ഞതിന് ശേഷം MRI, CT ഒക്കെ കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്. അടുത്തത് എന്താണ്? ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്. യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നിഷൻ VR. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റലി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എന്ത് ഉപയോഗിച്ചുകൊണ്ട്? വോയിസ് റെക്കഗ്നിഷൻ. വോയിസ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മള് വോയിസ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The user speak into a device. ഒന്നില്ലെങ്കിൽ ഒരു ഡിവൈസിലോ അല്ലെങ്കിൽ ഒരു മൈക്രോഫോണിലോ ആയിരിക്കും ഇത് സംസാരിക്കുന്നത്. അതാണ് ഈ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് വോയിസ് റെക്കഗ്നിഷൻ VR എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു യൂസർ ഒന്നില്ലെങ്കിൽ ഒരു സ്പീക്കറിലോ അല്ലെങ്കിൽ ഒരു ഡിവൈസിലോ അല്ലെങ്കിൽ ഒരു സ്പീക്കറിലോ മൈക്രോഫോണിലോ ആയിരിക്കും ഇത് സംസാരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്. യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നോക്കിയേ, ആദ്യം ഓരോന്നുകൂടി നോക്കാം. പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത് പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്, പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്, മൊഡാലിറ്റി ഇന്റർഫേസസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. വർക്ക് ലിസ്റ്റ് അനുസരിച്ചുകൊണ്ട് മൊഡാലിറ്റി ഇന്റർഫേസുകൾ എടുക്കാൻ സാധിക്കുന്നു. MRI, എക്സ്റേ, CT തുടങ്ങിയവ. പിന്നെ വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുന്നു. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യാൻ പറ്റുന്നു. റിസൾട്ട് എൻട്രി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റിസൾട്ട് എൻട്രി. ദെൻ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നിഷൻ. VR. എന്താണ്? The user speak into a device or a മൈക്രോഫോൺ അല്ലെങ്കിൽ ഒരു ഡിവൈസിലായിരിക്കുള്ളൂ വോയിസ് റെക്കഗ്നിഷൻ ചെയ്യുന്നത്. ഇതാണ് ഡിജിറ്റൽ റിപ്പോർട്ടിംഗിൽ പ്രധാനമായും ചെയ്യുന്നത്. ഓക്കെ, അവിടം വരെ ഓക്കെ ആണോ? പിള്ളേരെ അവിടം വരെ ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ്, പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. നോക്കൂ, printable like patient letters and printed reports. എങ്ങനെയായിരിക്കും ഇവിടുത്തെ റെക്കോർഡ്സുകൾ വരുന്നത്? ഇതിന്റെ റെക്കോർഡുകൾ എങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും? പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. അതായത് ഈസി ടു റീഡ്
ഡോക്യുമെന്റ്സ് ആയിരിക്കും, ഈസി ടു റീഡ് ആയിരിക്കും, നല്ല പ്രിന്റഡ് ലെറ്റേഴ്സിൽ അല്ലെ, നല്ല ലെറ്റേഴ്സിലായിരിക്കും റിപ്പോർട്ട്സുകൾ വരുന്നത്. അതൊന്നും സ്പെസിഫിക് ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. ഓരോ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്രസീവ് ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പ്രിന്റഡ് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ടു റീഡ് ആണ് അല്ലെ, വ്യക്തമായിട്ട് നമുക്കത് വായിക്കാൻ പറ്റും. ദെൻ ബോൾഡ് ലെറ്റേഴ്സിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സുകളൊക്കെ ഉപയോഗിച്ച് ഈസി ടു റീഡ് ആണ് എന്ത് പ്രിന്റബിൾ ആയി പേഷ്യന്റ് ലെറ്റേഴ്സ് ആണ് പ്രിന്റഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. നല്ല പ്രിന്റിംഗ് ആയിരിക്കുള്ളൂ, വ്യക്തമായ പ്രിന്റിംഗിലായിരിക്കുമല്ലോ നമുക്ക് ആ റിപ്പോർട്ട്സുകൾ കിട്ടുന്നത്. ഓക്കെ, then result transmission via integration or emailing of clinical reports. Result transmission നടക്കുന്ന എന്തുവഴിയായിരിക്കും റിസൾട്ട്സുകൾ കൊടുക്കുന്നത്? ഇമെയിലിംഗ് ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ട്സ്, ഒന്നല്ലെങ്കിൽ ഇമെയിൽ വഴി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലിനിക്കൽ റിപ്പോർട്ട്സുകൾ കൈമാറുന്നത്. ഓക്കെ, ഇമെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് റേഡിയോളജി ഡാറ്റ ഇൻഫർമേഷന്റെ ക്ലിനിക്കൽ റിപ്പോർട്ട്സുകൾ കൈമാറാം. ഓക്കെ, then patient tracking. പേഷ്യന്റിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? മോണിറ്ററിംഗ് ദ പേഷ്യന്റ്, അതായത് പേഷ്യൻസിന്റെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പേഷ്യൻസിന്റെ മൂവ്മെന്റ്, ഇന്ററാക്ഷൻസ് അല്ലെ, മൂവ്മെന്റ്സ് ഇന്ററാക്ഷൻസ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് റേഡിയോളജി ഡാറ്റ സിസ്റ്റം ഉപയോഗിച്ച് സാധിക്കുന്നു. ഇതൊരു ബെസ്റ്റ് ഫീച്ചർ ആണ് അതിന്റെ. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്. എന്താണ് ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്? ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് ഡിജിറ്റൽ ഫയലുകളാണ് അല്ലെ. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫയലുകൾ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഡിജിറ്റൽ ഫയലുകളാണ് എന്ത് ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. Then creation of technical files. Creation of technical files. എന്താണ്? ഒരു മിസ്റ്റേക്ക് വന്നിട്ടോ. നമ്മള് പേഷ്യന്റ് ട്രാക്കിംഗില് പറഞ്ഞത് എന്താണ്? പേഷ്യന്റ് ട്രാക്കിംഗിൽ ടീച്ചർ പേഷ്യൻസിനെ മോണിറ്ററിംഗ് ചെയ്യാനാണ്. പേഷ്യന്റ് ട്രാക്കിംഗ് മീൻസ് പേഷ്യൻസിനെ മോണിറ്ററിംഗ് ചെയ്യാനായിട്ട്, അവരുടെ മൂവ്മെന്റ്സ് മോണിറ്ററിംഗ് ചെയ്യാൻ. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്ത് ഉപയോഗിച്ചുകൊണ്ട്? RIS ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ് ആണ് എന്ത് ഡിജിറ്റൽ ഫയൽസ് എന്ന് പറയുന്നത്. മാറിപ്പോയതാണ് കേട്ടോ. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ് ആണ് എന്ത് ഡിജിറ്റൽ ഫയൽസുകളുടെ നിർമ്മാണം. ഡിജിറ്റൽ ഫയൽസുകൾ തയ്യാറാക്കപ്പെടുന്നു. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഫയലുകളാണ് കേട്ടോ. ഓക്കെ, ടെക്നിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഫയലുകളാണ്. ഓക്കെ, then modality and material management. Modality and material management. എന്താണ് modality and material management എന്ന് പറയുന്നത്? Process of manage and coordinating the use of medical imaginary modalities. നമ്മളൊക്കെ എന്താ മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്? മെഡിക്കൽ ഇമാജിൻ മൊഡാലിറ്റീസ്. മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്റേ പ്രിന്റ്സുകൾ, MRI പ്രിന്റുകൾ അല്ലെങ്കിൽ എന്താണ് CT പ്രിന്റുകൾ, അതൊക്കെ എന്താണ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. പിന്നെ കൺസേൺ മാനേജ്മെന്റ്, ലാസ്റ്റ് വൺ. കൺസേൺ മാനേജ്മെന്റ് എന്താണ്? കൺസേൺ മാനേജ്മെന്റ്, what is concern? Concern എന്താണ്? Concern സമ്മതം. എന്തുമായിട്ടുള്ള സമ്മതമാണ്? എന്തിനുള്ള കൺസേൺ മാനേജ്മെന്റ് ആണ്? ഓപ്പറേഷൻ ആണോ? ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് അല്ലെ. ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസേൺസ് അല്ലെങ്കിൽ സമ്മതം, അല്ലെങ്കിൽ നമ്മൾ അത് എടുക്കാൻ തയ്യാറാണെന്നുള്ളത്. ഇപ്പൊ ചിലരില് MRI എടുക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ CT എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് അതിന്റെ ഒരു കൺസേൺ ആവശ്യമായിട്ട് ഇപ്പൊ ഡോക്ടറിന്റെയും അതുപോലെ തന്നെ ചില ഹോസ്പിറ്റൽ പേഷ്യൻസിന്റെയും ആവശ്യപ്പെടാറുണ്ട്. ഓക്കെ, തയ്യാറാണ് എന്നുള്ളത്. അപ്പൊ അതും എന്തിൽ സൂക്ഷിക്കാൻ സാധിക്കും നമുക്ക്? അതും റേഡിയോ ഇൻഫർമേഷൻ സിസ്റ്റമാണ്. RIS-ലാണ് അതിന്റെ ബേസിക് ഫീച്ചർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. എന്തൊക്കെയാണ് ബേസിക് ഫീച്ചർ ഓഫ് RIS? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളുണ്ട്. യൂസിംഗ് വോയിസ് റെക്കഗ്നേഷൻ ഉപയോഗിച്ചുകൊണ്ട്. പ്രിന്റബിൾ ആയി പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ് ആണ്. നമുക്ക് ഈസി ടു റീഡ് ആയിട്ടുള്ള പ്രിന്റബിൾ റിപ്പോർട്ട്സുകളാണ്
റേഡിയോളജി RASന്റെ കോമൺ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ റിസൾട്ട് ട്രാൻസ്മിഷൻ ചെയ്യാൻ സാധിക്കും. എന്തുപയോഗിച്ചുകൊണ്ട് റിസൾട്ട് ട്രാൻസ്മിഷൻ ചെയ്യാം? ഇന്റർഗേഷൻ ഓർ ഇമെയിലിംഗ് ഓർ ക്ലിനിക്കൽ റിപ്പോർട്ട്സ്. ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസൾട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. പിന്നെ പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനും അവരുടെ മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ററാക്ടിംഗ് ഡോക്യുമെന്റ്സ്. ഇന്ററാക്ടിംഗ് ഡോക്യുമെന്റ്സ് എന്താണ്? interactions of the patient's documents, like patient documents മായിട്ട് നമുക്ക് interact ചെയ്യാനായിട്ട് സാധിക്കും. And creation of technical files, അതായത് ഡിജിറ്റൽ ഫയൽസ് റീഡ് ചെയ്യാൻ സാധിക്കും, ക്രിയേഷൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ സാധിക്കും. Then modality and material management, അതായത് മെറ്റീരിയൽ മോഡാലിറ്റി പ്രിന്റുകൾ അല്ലെങ്കിൽ എക്സ്റേ ഇമാജസ്, CT സ്കാൻ ഇമാജസ്, MRI ഇമാജസ് ഒക്കെ എന്താണ് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then concern management. Okay, ഇത്രമാണ് the basic features of radiologic information system. Okay, മനസ്സിലായോ? അടുത്തത് നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലാണ് അല്ലെ. ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കഴിഞ്ഞു, ലബോറട്ടറി ഇൻഫർമേഷൻ, then RIS. നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, CPOE, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, otherwise known as computerized provider order entry or computerized practitioner order entry, refers to the process of a medical professional entering and sending medications, orders and treatment instructions electronically by way of computer application instead of paper charts. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്? എന്താണ്? ഇത് നമ്മള് പല പേരുകളിൽ പറയുന്നുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്നും പറയാറുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി എന്നും പറയാറുണ്ട്. 3 പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്നും കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്നും കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി എന്നും 3 പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് CPOE എന്ന് പറയുന്നത്? Refers to the process of medical professional entering and sending medication orders and treatment instruction electronically by way of computer application instead of paper charts. അതായത് നമ്മുടെ പേഷ്യൻസിന്റെ വിവരങ്ങളെല്ലാം തന്നെ, അതായത് എന്ത് ചെയ്യുന്നു? മെഡിക്കൽ പ്രൊഫഷണൽ entering sending medication orders, treatment instruction, medication orders, treatment instructions എല്ലാം എന്തിലൂടെയാണ് പാസ് ചെയ്യുന്നത്? എന്തിലൂടെയാണ് സെൻഡ് ചെയ്യുന്നത്? ഇലക്ട്രോണിക്കലി ബൈ എ വേ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസ് വെച്ചിട്ട് മെഡിക്കേഷൻസ്, ട്രീറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്? സോഫ്റ്റ്വെയർ ആണ് എന്ത്? കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. അതാണ് physician to electronically enter medical orders. Physician electronically send medical orders such as എന്തൊക്കെയാണ്? മെഡിക്കേഷൻസ്, ലബോറട്ടറി ടെസ്റ്റുകൾ അല്ലെ. എന്തൊക്കെയായിരിക്കും ഡോക്ടർ കൈകാര്യം ചെയ്യുന്നത്? മെഡിക്കേഷൻസ്, ലബോറട്ടറി ടെസ്റ്റുകൾ, പിന്നെന്താണ്? റേഡിയോളജി എക്സാം റിസൾട്ട്സുകൾ ആൻഡ് other directions അല്ലെങ്കിൽ other instructions directly into a computer system. ഇതെല്ലാം ഏതിലാണ് സെൻഡ് ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെയാണ് ഇത് ആര് കൊടുക്കുന്നത്? ഫിസിഷ്യൻസ് ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്നതാണ് എന്ത്? കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് CPOE എന്ന് പറയുന്നത്? ഇൻഫർമേഷൻ സിസ്റ്റം ആണ്, ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ദാറ്റ് അലോസ് ഫിസിഷ്യൻ, അതെന്താണ് അലോ ചെയ്യുന്നത്? ഫിസിഷ്യൻ ടു ഇലക്ട്രോണിക്കലി എൻട്രി ചെയ്യാൻ സാധിക്കുന്നു. എന്താണ് എൻട്രി ചെയ്യുന്നത്? എന്താണ്? മെഡിക്കൽ ഓർഡേഴ്സ്, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മെഡിക്കേഷൻസ്, ലബോറട്ടറി ടെസ്റ്റുകൾ, പിന്നെ അതർ ഡയറക്ഷൻസ് ഒക്കെ എന്താണ്? ഡയറക്ട്ലി ഇൻ ടു എ
കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെയാണ് ഇത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം സെറ്റ് ചെയ്യുന്നത്. അതാണ് എന്ത് കമ്പ്യൂട്ടറൈസ്ഡ് പ്രിസിഷൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? എളുപ്പമാണല്ലോ, അത് മനസ്സിലാക്കാനൊന്നുമില്ല, അവിടെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആണത്. ക്ലിയർ ആണല്ലോ? ആ, ഇനി അപ്പൊ ഇങ്ങനെ ഈ സിസ്റ്റം ഒക്കെ ചെയ്യുന്നത് കൊണ്ട്, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? അതിനൊന്ന് അറിഞ്ഞിരിക്കാൻ പറയണേ കേട്ടോ. എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? പേഷ്യന്റ് സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് എൻഹാൻസ്ഡ് ക്വാളിറ്റി കെയർ, നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കാൻ സാധിക്കും. പിന്നെ റെഡ്യൂസ്ഡ് കോസ്റ്റ്, ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ ബെനിഫിറ്റ് ആണ്. CPOE കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് പഠിച്ചത് പറഞ്ഞു കേട്ടോ, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടേഴ്സ് സെൻഡ് ചെയ്യുന്നത് മെഡിക്കേഷൻസ്, ഓർഡേഴ്സ്, ഡയറക്ഷൻസ് ഒക്കെ സെൻഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ടൈപ്സ് കഴിഞ്ഞു കേട്ടോ. ടൈപ്സ് കഴിഞ്ഞു, ടൈപ്സ് കഴിഞ്ഞു. ഇനി വരുന്നത് 10 uses of computers in hospitals. ഹോസ്പിറ്റലിലെ യൂസസ്, പ്രത്യേകിച്ച് ഒരു 10 യൂസസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം എന്തെല്ലാമാണ്? ഫസ്റ്റ് വരുന്നത് എന്താണ്? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. Patient information is kept organized, safe and readily available on a computer. In an emergency, medical staff need to access to patient records. There are lesser risk of data loss or mismatching while using a computer. എന്താണ് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ? നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും സേഫ് ആൻഡ് റീഡിൽ അവൈലബിൾ ആക്കാനും നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൽ എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ട്. ഇൻ എമർജൻസി മെഡിക്കൽ സ്റ്റാഫ് നീഡ് ടു ആക്സസ് ടു പേഷ്യന്റ് റെക്കോർഡ്സ്. ഇപ്പോൾ മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ പേഷ്യന്റ് ഇൻഫോർമേഷൻസ് കമ്പ്യൂട്ടറിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, there are lesser risk of data loss or mismatch while using a computer. അപ്പോൾ ഇത് പിന്നെ കമ്പ്യൂട്ടറിലെ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് റിസ്കുകൾ കുറവാണ് അല്ലെ, മിസ്മാച്ചിങ് വരുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യൻസിന്റെ ഡാറ്റാസ് പെട്ടെന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആകും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിന്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഓക്കെ പിള്ളേരെ, രോഗിയുടെ വിവരങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? മോണിറ്റർ പേഷ്യൻസ്. മോണിറ്റർ പേഷ്യൻസ്. Hospital now utilize computers to keep track of vital signs such as heart rate, blood pressure. Okay. Additionally, the computer monitoring system collects helpful patient data. It's impossible to get back this data for future use in a research or other purpose. In patients in the monitor ചെയ്യാൻ പറ്റും computer ഉപയോഗിച്ചുകൊണ്ട്? പറ്റും അല്ലേ? Computer now utilize computers to keep track of vitals. Patients in the vital signs നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് vital signs? ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ തുടങ്ങിയവ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും, ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അഡീഷണലി the computer monitoring system collects helpful patient data. മാത്രമല്ല പേഷ്യൻസിന്റെ ഡാറ്റാസ് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം കളക്ട് ചെയ്യുകയും it is possible to get back this data for future use in research or other purpose. അപ്പോൾ പേഷ്യൻസിന്റെ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് മൂലം തന്നെ എന്തെങ്കിലും നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും റിസർച്ച് പരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവേഷണപരമായിട്ടോ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് നമുക്ക് ഈ ഡാറ്റാസ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഏതൊക്കെ കണ്ടീഷനിൽ പേഷ്യൻസ് എന്തൊക്കെ വൈറ്റൽ സൈൻസ് എന്തൊക്കെ വേരിയേഷൻസ് എന്തായിരുന്നു നമുക്ക് റിസർച്ചിന് ഈ ഡാറ്റാസ് പിന്നീട് ഉപകാരപ്പെടും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ പേഷ്യൻസിനെ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവരുടെ വൈറ്റൽ സൈൻസ് ട്രാക്ക് ചെയ്യുന്നതിനും ദെൻ ഈ പേഷ്യൻസിന്റെ ഡാറ്റ പിന്നീട് നമുക്ക് റിസർച്ചിന് വേണ്ടി മറ്റു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? Yes.
ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? അടുത്തത് പറയാനാട്ടോ, മെഡിക്കൽ റിസർച്ച്. അടുത്ത യൂസ് എന്ന് പറയുന്നത് മെഡിക്കൽ റിസർച്ച്. ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് എ സർട്ടൻ ailment, clinicians may now search medical databases. The capacity of medical staff to get and apply knowledge is being improved using computers in healthcare. To understand more about a certain ailment എന്നാണ് കേട്ടോ, ailment. Clinicians may now search medical database. The capacity of medical staff to get and apply knowledge is being improved using computers in healthcare. അതായത് ഒരു പ്രത്യേക രോഗത്തെ കുറിച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക രോഗത്തെ കുറിച്ചിട്ട് പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഈ ഡാറ്റാ ബേസുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഡാറ്റാസ് സേവ് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ എന്താണ് റിസർച്ചിന്റെ സമയത്ത് ഒരു പ്രത്യേക രോഗവുമായി ബന്ധപ്പെട്ട് നമുക്കത് പഠിക്കാൻ ആവശ്യമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, then other capacity of medical staff to get and apply knowledge is being improved using computers in healthcare സംവിധാനത്തിൽ ഇത്തരം ഡാറ്റാബേസുകൾ നമ്മൾ സ്വീകരിച്ച് സേവ് ചെയ്ത് വെക്കുന്നത് പോലെ നമുക്ക് റിസർച്ചിനായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിരിക്കും. ഓക്കെ, അപ്പോ മെഡിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? യെസ്, നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ. നിങ്ങൾക്ക് ഇങ്ങനെ കളർഫുൾ ആയിട്ട് തന്നെയല്ലേ കാണുന്നത് സ്ക്രീനില്? ഇൻവെന്ററി നെക്സ്റ്റ് യൂസ് ആണ്. ഇൻവെന്ററീസിന് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ പലതിലും പഠിച്ചിട്ടുണ്ടല്ലോ ഇൻവെന്ററീസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇൻവെന്ററീസിന്റെ പ്രത്യേകത എന്താണ്, ഇൻവെന്ററീസ് എന്താണ് അതിന്റെ ആവശ്യകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, knowing what medications are on hand is very necessary for patient's therapy. The rehabilitation process might be slowed down if a doctor prescribes medications that is not in stock. That is important to keep an inventory list up to date. In the meanwhile, inventory control is easy for hospital and medical facilities. Therefore, inventory managers can trace stock levels through computers. Hospital നമ്മുടെ ഇൻവെന്ററിയുടെ പ്രാധാന്യം എന്താണ്? ഒരു രോഗിക്ക് എന്തൊക്കെ മരുന്നുകൾ വേണമെന്ന് പ്രത്യേകിച്ച് നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് അല്ലെ? പ്രത്യേകിച്ച് എന്താണ് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തതിന് ശേഷം ആ മരുന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇല്ലെങ്കിൽ എന്താണ് പേഷ്യൻസ് അൺസാറ്റിസ്ഫൈഡ് ആവുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് അതിന് മുമ്പായിട്ട് ഇത് എന്ത് ചെയ്തിരിക്കണം? നമ്മള് ആ മരുന്നുകൾ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെ? മരുന്നുകൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ മരുന്ന് അവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? Thus, it's important to keep an inventory list up to date. അപ്പോൾ ഇൻവെന്ററി ലിസ്റ്റുകൾ, അതായത് മരുന്നുകൾ അടങ്ങുന്ന ഒരു ഇൻവെന്ററി ലിസ്റ്റ് അപ് ടു ഡേറ്റ് ചെയ്യണം. ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ മരുന്നുകളും കൃത്യമായ അളവിൽ തന്നെ എന്താണ് ആ ഇൻവെന്ററി ലിസ്റ്റിലുള്ള സ്റ്റോക്കിനനുസരിച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഒരിക്കലും അവിടെ തീർന്നു പോകാനായിട്ട് പാടുള്ളതല്ല. തീർന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഉടനടി തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻവെന്ററി ലിസ്റ്റ് എന്ത് ചെയ്യണം? അപ് ടു ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് തന്നെ നമ്മളത് അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിസ്റ്റുകൾ, മെഡിക്കേഷൻസിന്റെ ലിസ്റ്റുകൾ നമ്മൾ അപ് ടു ഡേറ്റ് ചെയ്യുക. In the meanwhile, inventory control is easy for hospitals and medical facilities. Therefore, inventory managers can trace stock levels through computers. ഇപ്പൊ എന്താണ് നമുക്ക് കുറച്ചും കൂടി എന്താണ് ഫെസിലിറ്റീസ് കൂടിയും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആയതുകൊണ്ട് എന്താണ് സ്റ്റോക്കുകൾ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രേസ് ചെയ്യാൻ സാധിക്കും. അതിന്റെ സ്റ്റോക്ക് മെഡിക്കേഷൻസിന്റെ സ്റ്റോക്ക് ലെവൽ നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിച്ച് സാധിക്കും? കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ റോസിൽ ഏതൊക്കെ മെഡിസിൻസ് ഉണ്ടെന്ന് നമുക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താനും ആ സ്റ്റോക്ക് എന്താണ് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പൊ ഇൻവെന്ററി ഹോസ്പിറ്റലിൽ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് തന്നെയാണ് ഇൻവെന്ററീസ് ഹോസ്പിറ്റലിൽ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ എല്ലാ മെഡിക്കേഷൻസും അപ് ടു ഡേറ്റ് ചെയ്യുന്നു, സ്റ്റോക്ക് ട്രേസ് ചെയ്യുന്നു,
ലെവൽ കൃത്യമായിട്ടുണ്ടോ എന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് ഇൻവെന്ററി ചെക്കിങ്ങിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻവെന്ററി മാനേജർമാരാണ് സ്റ്റോക്കുകളിലൂടെ കമ്പ്യൂട്ടറിലൂടെ എന്താണ് ഇൻവെന്ററി സ്റ്റോക്കുകളുടെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തത് ഓക്കെ, പറഞ്ഞോട്ടെ. അടുത്തത് യൂസിങ് സർജറിക്കൽ പ്രൊസീജിയേഴ്സ്. സർജറി നടക്കുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? യെസ്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഒക്കെ പഠിച്ച സമയത്ത് 3 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ? യെസ്. Computers can perform multi-faceted tasks with accuracy. So the use of computers is operating rooms can save lives. For completing complicated treatment, surgeons depend on computers. നമ്മള് സർജിക്കൽ പ്രൊസീജിയേഴ്സിനായിട്ട് എന്താണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? അതായത് മൾട്ടിഫെസ്റ്റഡ് ടാസ്ക് കൈകാര്യം ചെയ്യാൻ കഴിയുള്ള ഒരു സാധനമാണെന്ന് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണെന്ന് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, മൾട്ടിഫെസ്റ്റഡ് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ആക്യുറസി ഉള്ള ഒരു സിസ്റ്റമാണ് the computers എന്ന് പറയുന്നത്. So the use of computers operating rooms can save lives. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് നമ്മളുടെ ഓരോ പ്രൊസീജിയേഴ്സിന്, സർജറി പ്രൊസീജിയേഴ്സിൽ പല രീതിയിൽ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇത് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കംപ്ലീറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ് സർജൻസ് ഡിപ്പെൻഡ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സോ സർജറീസോ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിനായിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായം സർജൻസ് നേടാറുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് സർജറിക്കൽ പ്രൊസീജിയറിന്റെ സമയത്ത് എന്താണ് വളരെയധികം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, യൂസിങ് സർജറിക്കൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, സങ്കീർണമായ ചികിത്സകൾ പൂർത്തിയാക്കുന്നതിന് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? കമ്പ്യൂട്ടേഴ്സ് ആണ്. കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസിലൊക്കെ അത് ആ സിറ്റുവേഷൻസ് മറികടക്കാനായിട്ട് കമ്പ്യൂട്ടർ സർജൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി use of computers in a hospital. Medical equipment and imaging. Computers are widely used to operate medical machinery that conducts crucial medical tests including ultrasonography, CT scan, MRIs, blood tests, etc. Doctors also utilize computers to display their findings and describe the lines and course of therapy, describe the illness and course of therapy. Computers may be used for 3D modeling and drawing. In medical equipment and imaging. Use of computer in hospital in medical equipment and imaging. അടുത്ത യൂസ് ആണ് എന്താ? മെഡിക്കൽ ഇമാജിങ്ങിന് നമ്മള് കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെയാണ്? കമ്പ്യൂട്ടർ ആർ വൈഡ്ലി യൂസ്ഡ് ടു ഓപ്പറേറ്റ് മെഡിക്കൽ മെഷീനറി ദാറ്റ് കണ്ടക്ട്സ് ക്രൂഷ്യൽ മെഡിക്കൽ ടെസ്റ്റ്. എല്ലാ മെഡിക്കൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യുന്നതിന് ഏതൊക്കെയാണ്? അൾട്രാസോണോഗ്രാഫി, അൾട്രാസൗണ്ട് അല്ലെ, CT സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റ്, ഇവ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ എല്ലാ റിസൾട്ട്സും നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി doctors also utilize computers to display their findings and describe the illness and course of therapy. ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടെന്നല്ലെങ്കിൽ ഈ മെഡിക്കൽ ഇമാജിൻ ഒക്കെ നോക്കി മോഡാലിറ്റീസ് ഒക്കെ നോക്കിയതിനു ശേഷം എന്താണ് അവരുടെ ഫൈൻഡിങ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റിസൾട്ട് നോക്കിയിട്ട് ഫൈൻഡ് ചെയ്യും അല്ലെ, ഇൽനെസ്സിന് എന്തൊക്കെ അസുഖങ്ങളാണ് അല്ലെങ്കിൽ ആ കോഴ്സ് ഓഫ് തെറാപ്പി എന്തൊക്കെയാണെന്ന് കമ്പ്യൂട്ടറിൽ തന്നെ അത് രേഖപ്പെടുത്തുന്നു. Then computers may be used for 3D modeling and drawing. ഇനി കമ്പ്യൂട്ടേഴ്സ് മറ്റെന്തിനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്? Computers may be used for 3D modeling and drawing. 3D modeling എന്താണ്? ഡിജിറ്റൽ മോഡലിംഗ് ആൻഡ് ഇമേജിംഗ് ആണ് കേട്ടോ. 3D മോഡലിംഗ് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ മോഡലിംഗ് ആൻഡ് ഇമേജസ് ആണ്. ഓക്കെ,
മനസ്സിലായത്? അതായത് ഡോക്ടർമാർ അവരുടെ കണ്ടെത്തലുകളൊക്കെ പ്രദർശിപ്പിക്കുന്നു, ഫൈൻഡിങ്സ് ഒക്കെ സോൾവ് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. യെസ്. കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? The use of computers for communication amongst healthcare professionals helps that staff and makes their job easier because they are sometimes quite busy. Healthcare staff can communicate in real-time chat on a computer to share important information. It is preferable to receive text or post notes. Communication. Use of computers for എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ എന്താണ് അവരുടെ ജോലി എളുപ്പമാക്കുന്നതിനായിട്ട് എന്താണ് കമ്പ്യൂട്ടറിനെ ആശ്രയിക്കാറുണ്ട് അല്ലെ. അതായത് അവരുടെ ബിസി ഷെഡ്യൂളിന് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ സ്റ്റാഫ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ടൈം ചാറ്റ് ഓൺ എ കമ്പ്യൂട്ടർ ടു ഷെയർ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. അപ്പൊ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ് റിയൽ ടൈം ചാറ്റുകൾ നടത്താനായിട്ട് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് സാധിക്കും. എങ്ങനെയായിരിക്കും അവർ ചാറ്റ് ചെയ്യുന്നത്? It is preferable to receive text or post notes. ഒന്നല്ലെങ്കിൽ ടെക്സ്റ്റോ അല്ലെങ്കിൽ പോസ്റ്റ് നോട്ട്സ് ആയിട്ടായിരിക്കും അവര് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാഫുകൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ അവർക്ക് എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത യൂസ് ആണ് എന്താ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ അവരുടെ ജോബ് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ടെക്സ്റ്റോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയിട്ടായിരിക്കും അവരെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടത്തുന്നത്. ഓക്കെ, അടുത്ത് പറയട്ടെ. ടെലിമെഡിസിൻ. The act of treating patients remotely while neither the patient nor the practitioner is present physically is considered to be telemedicine. Doctors may now connect with the patients and other medical personnel thanks to computers and cell phones. During natural calamities, telemedicine is crucial as well. എന്താണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്? ടെലിമെഡിസിന് രോഗി നേരിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയിട്ടാണോ വാങ്ങിക്കുന്നത്? ആണോ? ടെലിമെഡിസിന്റെ പ്രത്യേകത എന്താണ്? ഓൺലൈൻ ആയിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് അല്ലെ. ഓൺലൈൻ ആയിട്ട് തന്നെ ഫിസിക്കലി കോണ്ടാക്ട് ആണ് വേണ്ടത്. ഫിസിക്കലി പ്രസൻസ് ഇല്ലാതെ തന്നെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻസ് അനുസരിച്ചിട്ട് മരുന്നുകൾ കൊണ്ടുവരാനായിട്ട് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. ഡോക്ടർ മേ നൗ കണക്ട് വിത്ത് പേഷ്യൻസ്. ഇപ്പോ ഡോക്ടർ മേ നൗ കണക്ട് വിത്ത് പേഷ്യൻസ് ആൻഡ് അതർ മെഡിക്കൽ പേഴ്സണൽസ് thanks to computers and cell phones. During natural calamities, telemedicine is crucial as well. ഇനി നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ ദുരന്തങ്ങളൊക്കെ സംഭവിച്ച സമയത്ത് ഈ ടെലിമെഡിസിൻ ഉപയോഗപ്രദമായിരുന്നോ? ഉപയോഗപ്രദമാണ് അല്ലെ. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് വരാനുള്ള സാധ്യത, ഹോസ്പിറ്റലൊക്കെ പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ ഒരു സമയത്ത് ടെലിമെഡിസിൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എന്തുപയോഗിച്ചിട്ടാണ് ടെലിമെഡിസിൻ സൗകര്യങ്ങൾ നടത്തപ്പെടുന്നത്? ഓൺലൈൻ ആയിട്ട് അല്ലെ. കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് ടെലിമെഡിസിൻ സംവിധാനങ്ങൾ നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ മറ്റൊരു യൂസ് ആണ്, കമ്പ്യൂട്ടറിന്റെ മറ്റൊരു യൂസ് ആണ് എന്ത് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. രോഗിക്ക് നേരിട്ട് ഹാജരാവാതെ, രോഗിയുടെ പ്രസൻസ് ഇല്ലാതെ നമുക്ക് മരുന്നുകൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ ടെലിമെഡിസിൻ എന്താണെന്ന്? അടുത്തത് customer service. Hospitals now use automatic system like artificial intelligence (AI) to provide regular customer service to the patients, such as payments, making demands and complaints. Customer services നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ കയറി വരുന്ന ഫ്രണ്ട് ഓഫീസിൽ തന്നെ നമുക്കത് കാണാം.
അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ആണ്. ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സർവീസസ് ആണ് ഇപ്പൊ പേഷ്യൻസിനായിട്ട് സർവീസ് ചെയ്യുന്നത്. കസ്റ്റമർ സർവീസിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ഒന്ന് പേയ്മെന്റ്സ് അല്ലെ, ബിൽ പേയ്മെന്റ്സ്, മേക്കിംഗ് ഡിമാൻഡ്സ് ആൻഡ് കംപ്ലൈന്റ്സ്, അതായത് അവരുടെ ആവശ്യങ്ങള്, പരാതികൾ എന്നിവയില് ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കസ്റ്റമേഴ്സിന്റെ പരാതികൾ, ആവശ്യങ്ങൾ എന്നിവ ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ കമ്പ്യൂട്ടറിനെയാണ് അവിടെ ആശ്രയിക്കുന്നത്. അപ്പൊ കസ്റ്റമർ സർവീസിനും കൂടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, use automatic systems like artificial intelligence to provide regular customer service. നമുക്കിപ്പോ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെഗുലർ കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പേഷ്യൻസിന്, അതായത് പേയ്മെന്റ്സ്, ഡിമാൻഡ്സ് ആൻഡ് കംപ്ലൈന്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസസും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഓൺലൈൻ പേയ്മെന്റ്. ഓൺലൈൻ പേയ്മെന്റ്. Hospitals now make use of online payment portals to help patients to pay their hospital bills online. This decreases the increase the chance of errors and the task is performed in less time. Then online payment, ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്താണ് ഓൺലൈൻ പോർട്ടൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. അതായത് യാതൊരു വിധത്തില് ബിൽസ് ഒക്കെ ഓൺലൈനിൽ ചെയ്യാൻ, അഡ്മിഷൻ ഒക്കെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ വിസിറ്റ് മറ്റു കാര്യങ്ങൾ ബുക്കിംഗ് ഒക്കെ എന്താണ് നമുക്ക് ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഡിക്രീസ് ദ ചാൻസ് ഓഫ് ഇറേഴ്സ്, ഇവിടെ മറ്റ് തെറ്റുകുറ്റങ്ങളൊന്നും ഒരു ഇററും തന്നെ ഇവിടെ സംഭവിക്കില്ല അല്ലെ. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇറേഴ്സ് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. ആൻഡ് ടാസ്ക് ഈസ് പെർഫോംഡ് ഇൻ ലെസ് ടൈം. അപ്പൊ നമുക്ക് പേ ചെയ്യാനും, അപ്പൊ ഓൺലൈനായിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാനും എന്താണ് വളരെ എളുപ്പമാണ് അല്ലെ. ഒരുപാട് സമയം ആവശ്യമായിട്ട് വരുന്നില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എന്താണ് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഓൺലൈൻ പേയ്മെന്റിന്റെ ഭാഗത്ത് എന്താണ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ, ലാസ്റ്റ് ഭാഗം വരുന്നത് ഇപ്പൊ നമ്മൾ 10 യൂസസ് കഴിഞ്ഞു കേട്ടോ. കമ്പ്യൂട്ടേഴ്സിന്റെ 10 യൂസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എളുപ്പമായിരുന്നില്ല അത്? ഒന്ന് പറയും പിള്ളേരെ, 2 ദിവസം കൊണ്ട് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ? ഒന്ന് റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗം വരുന്നത് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ് കേട്ടോ. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ, HIM. Organize, oversee and protect patient health information data which includes symptoms, diagnosis, medical histories, test results and procedures. So ഇദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ organize, oversee and protect patient health information and data which includes symptoms, diagnosis, medical history, test results and procedures. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഓർഗനൈസ് ചെയ്യുന്നതും ഓവർസീ ചെയ്യുന്നതും എല്ലാ ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതും എല്ലാ ഡാറ്റാസ് പ്രൊട്ടക്ട് ചെയ്യുന്നതും എന്താണ്. അതിലേക്ക് ഡാറ്റാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? സിംറ്റംസ്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട സിംറ്റംസ്, ഡയഗ്നോസിസ് ഡീറ്റെയിൽസ്, മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റ് റിസൾട്ട്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്, HIM ആണ്. ഓക്കെ, the exact job description relies on the professional job titles. However, there are some daily tasks that most health information managers do. അപ്പൊ ഇപ്പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം എന്താണ്? അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന് പ്രധാനമായി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓർഗനൈസ് ചെയ്യുന്നു, ഓവർസീ ചെയ്യുന്നു, ഹെൽത്ത് ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ
മെയിൻ ജോബ് എക്സാക്ട് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലാതെ എന്താണ് അദ്ദേഹം മറ്റ് ഡ്യൂട്ടീസ് കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റു ഡ്യൂട്ടീസും കൂടി അദ്ദേഹം കുറച്ച് ടാസ്കുകൾ കൂടി ഹോസ്പിറ്റലിൽ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, അതുകൂടി ഉള്ളൂ, ഒരു 6 പോയിന്റ്സ് ഉള്ളൂ, ഇച്ചിരി പറയാനുണ്ട്, നാളെ പറയാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോരട്ടോ, കുറച്ചുള്ളത് കേട്ടോ. പറയണമെങ്കിൽ ഇപ്പൊ 2 hours ക്ലാസ് ഉണ്ടല്ലോ, നാളെ തേഴ്സ്ഡേ ടൈം ടേബിളിന്റെ ക്ലാസ് ആണ്, അപ്പോൾ ടീച്ചറിന്റെ ക്ലാസ് വരുന്നുണ്ട്. ഞാനും മന്ദന മിസ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ ആയിരിക്കും, ഞാൻ ഉണ്ടാവും എന്തായാലും, തീർക്കണ്ടേ. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഇത് ഞാനിങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും തീർക്കാൻ വേണ്ടി. ഒരു 5 മിനിറ്റ് അല്ലേ ഉള്ളൂ, നാളെ എടുക്കാം കേട്ടോ. അതുകൂടി കഴിഞ്ഞു, ബാക്കി എല്ലാ പോർഷൻസും കഴിഞ്ഞില്ലേ? പേടിക്കണ്ട, ഇതൊരു 6 പോയിന്റ്സ് ഉള്ളു, വളരെ ചെറിയ പോയിന്റ്സ് ആണ്, നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് നമ്മളുടെ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്കാണോ? ഉച്ചയ്ക്കാണ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടം വരെ എടുത്തത്? ഓക്കെ, ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.